പാലക്കാട് പ്രധാന അധ്യാപകന് നേരെ കൊലവിളി നടത്തിയ വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകാൻ PTA തീരുമാനം. കുട്ടിക്ക് ചെയ്ത തെറ്റ് ബോധ്യപ്പെട്ടുവെന്ന് പ്രിൻസിപ്പൽ. വീഡിയോ പ്രചരിച്ചത് സ്കൂളിൽ നിന്നല്ല എന്നാണ് പ്രിൻസിപ്പലിന്റെ നിലപാട്. ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. കുട്ടിയെ സ്വഭാവത്തിലുള്ള ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതിലേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിച്ചത്. വീഡിയോ ചോർന്നത് എവിടെ നിന്നെന്ന് അറിയില്ല. സ്കൂളിൽ നിന്ന് കുട്ടിയുടെ രക്ഷിതാവിനും തൃത്താല പോലീസിനും മാത്രമാണ് വീഡിയോ നൽകിയത്. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്ന് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അതിന് മറുപടി നൽകിയിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. വീഡിയോ പ്രചരിപ്പിച്ചതിൽ പിന്നെ സ്ഥാപനത്തിനോ സ്ഥാപനമധികാരി എനിക്കോ എൻ്റെ അധ്യാപകർക്കോ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്കോ യാതൊരു പങ്കുമില്ല. ഞങ്ങൾ ആരും ചെയ്തിട്ടില്ല. RDD റിപ്പോർട്ട് തേടിയിരുന്നു, RDDക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടിയെ സസ്പെൻഡ് ചെയ്തു എന്നത് ശരിയല്ലെന്നും വീഡിയോ വ്യാപകമായി പ്രചരിച്ചതുകൊണ്ട് മാനസിക പ്രയാസമുണ്ടാകാതിരിക്കാൻ തൽക്കാലം വരേണ്ട എന്ന് തീരുമാനിച്ചതാണെന്നും PTA പ്രസിഡന്റ് VP ഷിബു പറഞ്ഞു. കുട്ടികളാണ്, അവരൊരു പക്വതയില്ലായ്മയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ സമയങ്ങളിലും ഇതൊരു കുഴപ്പക്കാരനായിട്ടുള്ള ആളൊന്നുമല്ല. സമൂഹ മാധ്യമങ്ങൾ വളരെയധികം മോശമായിട്ടും ആ കുട്ടിയെ പറയുന്നുണ്ട്. അത് വളരെ മോശമാണ്. ആ കുട്ടിക്ക് ഭാവി ഉള്ള ഒരാളാണ്. അപ്പോൾ അവരെ ചേർത്തി പിടിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനം. 1 മണിക്കൂറിലേറെ നീണ്ടുനിന്ന യോഗത്തിന് ശേഷമാണ് PTA ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. വിദ്യാർത്ഥിയെ കുട്ടിയായി തന്നെ കണ്ടാണ് പ്രിൻസിപ്പളും രക്ഷിതാക്കളും അതുപോലെ തന്നെ PTA തീരുമാനമെടുത്തിരിക്കുന്നത്. കുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുപോകണം, അവർക്ക് മാനസിക പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുള്ള തീരുമാനമാണ് PTA യോഗവും കൈക്കൊണ്ടത്. ആനക്കരയിൽ നിന്ന് G. പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.